ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം എന്നിവയ്ക്ക് വേണ്ടി പാർലമെന്റ് പ്രത്യേക സമ്മേളനം ചേരാൻ തീരുമാനം. ഈ മാസം 17-നായിരിക്കും പ്രത്യേക സമ്മേളനം വിളിക്കുക. വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി മറുപടി നൽകണം. അയോധ്യ രാമക്ഷേത്ര കൊള്ള എന്നിവ ഉയർത്തി ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. അമിത്ഷാ സഭയിൽ എത്തണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിഷേധങ്ങൾക്കിടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു തലവൂരാണ് അതിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഇന്നും വലിയ പ്രക്ഷോഭമൊക്കെയാണ് സഭകളിൽ പ്രതിപക്ഷം ഉയർത്തിയത്. എന്തായാലും ലോക്സഭ പിരിഞ്ഞു. നാളത്തേക്ക് എന്തായാലും രാജ്യസഭയിൽ പ്രതിഷേധങ്ങൾക്കിടയിലും നടപടികൾ തുടരുകയാണോ? പക്ഷെ ഇന്നും വലിയ പ്രതിഷേധത്തിനെയാണ് ഭാഗത്തു നിന്നും ഇരു സഭകളിലും ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം സഭയിൽ പ്രതിപക്ഷം ഉയർത്തിയത്. എന്തായാലും ലോക്സഭ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. രാജ്യസഭയിൽ ഇപ്പോൾ നടപടികൾ നടക്കുന്നുണ്ട്. പ്രതിപക്ഷം വലിയ പ്രതിഷേധമൊക്കെ രാജ്യസഭയിലും നിരവധി തവണ ഉയർത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ രാജ്യസഭാ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം രാജ്യസഭ ബഹിഷ്കരിച്ച ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാജ്യസഭയിൽ ബില്ല് പരിഗണിക്കുന്നുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ലാണ് രാജ്യസഭയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് ഈ സഭാസ്തംഭനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ മണ്ഡല പുനർനിർണയം ലക്ഷ്യം വെച്ചുകൊണ്ട് അതും വനിതാ സംവരണ ബില്ലുകളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ മാസം പ്രത്യേക പാർലമെന്ററി സമ്മേളനം വിളിച്ചു ചേർത്തേക്കും. 17-ാം തീയതി മുതൽ 3 ദിവസത്തേക്കായിരിക്കും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇപ്പോഴത്തെ വർഷകാല സമ്മേളനം ഈ മാസം 13-നാണ് അവസാനിക്കുന്നത്. അതിനുശേഷം 17-ാം തീയതി മുതൽ 3 ദിവസത്തേക്കായിരിക്കും പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുക. അക്ഷയ്, ശരി. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.